സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയും കീഴടങ്ങി. രണ്ടാം പ്രതി ദിവ്യയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. അഭിഭാഷകർക്കൊപ്പമാണ് ദിവ്യ കീഴടങ്ങാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. നേരത്തെ കേസിൽ 2 പേർ കീഴടങ്ങിയിരുന്നു. കേസിലെ മറ്റു പ്രതികളായ വിനീത, രാധാകുമാരി എന്നിവർ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയിരുന്നു. ആ സമയത്തും ദിവ്യ കീഴടങ്ങാതെ ഒളിവിൽ കഴിയുകയായിരുന്നു. കീഴടങ്ങിയ വിനീതയും രാധാകുമാരിയും തട്ടിപ്പ് നടത്തിയതായി പോലീസിനോട് സമ്മതിച്ചു. അതിന് പിന്നാലെയാണിപ്പോൾ ദിവ്യയും കീഴടങ്ങിയിരിക്കുന്നത്. ദിയയുടെ ഉടമസ്ഥതയിലുള്ള OBYOC എന്ന സ്ഥാപനത്തിൽ ജീവനക്കാർ QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നായിരുന്നു ദിയയുടെ പിതാവ് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത്. കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെ ഇന്നലെ വിനീതയും രാധാകുമാരിയും തട്ടിപ്പ് നടത്തിയതായി സമ്മതിക്കുകയും ചെയ്തു. 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ദിയയുടെ QR കോഡിന് പകരം ജീവനക്കാരികളുടെ QR കോഡ് ഉപയോഗിച്ച് തട്ടിയ പണം പ്രതികൾ പങ്കിട്ടെടുക്കുകയും ചെയ്തു. ഇത് സ്വർണം വാങ്ങാൻ ഉപയോഗിച്ചെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടുകെട്ടുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് 3 ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ. 40 ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്.